നമസ്കാരം എല്ലാവർക്കും. ഇത് രാമീസ് ലിറ്റിൽ വേൾഡ്. രമ്യ ഷമീറാണ്. ഇന്ന് നമുക്ക് മീൻ വാങ്ങാൻ പോവാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് കുറച്ച് നല്ല വെയിലുണ്ട്. മീൻ അതൊരു പേർഷ്യൻ ഷോപ്പാണ്. പേർഷ്യൻസ് നടത്തുന്ന കടയാണ്. മീൻ മാത്രം വിൽക്കുന്ന കടയാണ്. പിന്നെ കുറച്ച് ചെറിയ ആളുകളുടെ ചില്ലറ പച്ചക്കറികളൊക്കെ കാണും. പിന്നെ നമ്മൾ സാധാരണ വാങ്ങുന്നത് സീബാസും സീബ്രീമൊക്കെയാണ്. ലാക്സും വാങ്ങാറുണ്ട്. ലാക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാൽമൻ്റെ പേരാണ്. ശരിക്കും സാൽമൺ ഇവിടെ ലാക്സ് എന്നാണ് പറയുന്നത്, ലക്സ. അപ്പോൾ സാൽമൺ യൂഷ്വലി നമ്മൾ വാങ്ങുന്ന ഗ്രിൽഡായിട്ട് കഴിക്കാനോ അങ്ങനെയൊക്കെയാണ്. മോന് മിക്കതും സാൽമൺ കൊടുക്കാൻ നോക്കും. പിന്നെ സീബാസ് സീബ്രീം വാങ്ങുന്നത് നമ്മുടെ ഒരു നാടൻ മീനിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും മീൻ കറിയോ മീൻ വറക്കാനൊക്കെ നല്ലത് ഈ സീബാസ് സീബ്രീമൊക്കെയാണ്. പിന്നെ ഈ തിലാപ്പിയും കിട്ടും, ഫ്രോസൺ കിട്ടും. ഇവിടെ നമ്മളിപ്പോൾ വാങ്ങാൻ പോകുന്ന ഫ്രഷ് ഫിഷാണ്, സീബാസും സീബ്രീമും. അപ്പോൾ നമുക്കിന്ന് മീൻ കടയിൽ പോവാം. ഓക്കെ, ഇത് കണ്ടോ, വെള്ളമൊക്കെ ഐസൊക്കെ മാറി നല്ല രസമുണ്ട്. ഇനി സ്പ്രിംഗ് ഒക്കെ തുടങ്ങുമ്പോൾ നല്ല പച്ചപ്പുണ്ടാവും. മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കാം. ഇവിടുത്തെ ഫെസ്റ്റിവൽസ്, കൾച്ചർ, ലൈഫ് സ്റ്റൈൽ എല്ലാം കൂടി ഈ സമ്മറിൽ തന്നെ നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇവിടെ സമ്മറിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫാം ഹൗസ് ഉണ്ടാവും മിക്കവർക്കും. അപ്പോൾ പൊട്ടാറ്റോ ആണ് ഇവിടുത്തെ മെയിൻ കൃഷി. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ അങ്ങനെയും ഇപ്പോൾ ചെന്ന് കാണാൻ നോക്കാം. അപ്പോൾ കുറേ ലിസ്റ്റ് ഉണ്ട്. ഞാൻ മാക്സിമം എല്ലാം കാണിക്കുന്നതായിരിക്കും. ഇന്ന് നമുക്ക് മീൻ നോക്കാം. ഓക്കെ, കാണുന്ന ഫിസ്ക് എന്ന് എഴുതിയിട്ടുള്ളതാണ് മീൻ കട. ഇവിടെ ഈ ഏരിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഗൂഡ്സൊക്കെ ഇറക്കണ ഏരിയയാണ്. ഇവിടെ പച്ചക്കറി എല്ലാം ഇവിടെ വന്നാണ് ഗൂഡ്സ് ഇറക്കുന്നത് ശരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നടക്കാം. ഇന്നാണ് ശരിക്കും ഫ്രഷ് ഫിഷ് വരുന്ന ദിവസം. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ അങ്ങ് പോന്നു. എല്ലാ മീനുകൾ കാണാം. എല്ലാ മീനുകളുടെയും പേരെനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ട് പറയാം. കരിമീൻ പോലത്തെ ഒരു മീനൊക്കെ ഉണ്ടല്ലോ ഇപ്രാവശ്യം. ഇത് ഫ്രഷായിട്ട് വന്നത്. ഇത് കിളിമീൻ, നല്ല ടേസ്റ്റാണ്. ഇത് ഗ്രേ മുള്ളറ്റ് എന്ന് പറയും. നമ്മുടെ നാട്ടിലെ വലിയ തിരിത പോലെ. ഇതാണ് സീബാസ്, അതാണ് സീബ്രീം. അപ്പോൾ ഇവർ ചില സമയത്ത് ക്ലീൻ ചെയ്ത് തരും, നമുക്ക് ചോദിക്കാം. ഇവിടെ ഈ സൈഡ് ഫ്രോസണും ഉണ്ട്. ചെമ്മീനൊക്കെ ഇവിടെ. അപ്പോൾ മീനൊക്കെ വാങ്ങി നമ്മളിപ്പോൾ തിരിച്ച് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 300-350 ക്രോണറോളം മീൻ വാങ്ങിയിട്ടുണ്ട്. ഡിസ്കൗണ്ടൊക്കെ കിട്ടി. സാധാരണ എപ്പോഴും ഞാൻ വാങ്ങാറുള്ളതുകൊണ്ട് ഡിസ്കൗണ്ടൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അധികം ക്ലീൻ ചെയ്ത് തന്നില്ല ഇപ്രാവശ്യം. കാരണം അവർക്ക് ഫ്രഷായി വന്ന ദിവസം ആയതുകൊണ്ട് ഹോട്ടൽ ബിസിനസ്സുകാരൊക്കെ ഇഷ്ടംപോലെ വന്ന് ബൾക്കായിട്ട് വാങ്ങിയിട്ട് പോകും. അവർ മിക്കവരും വാങ്ങുന്ന സീബാസാണ്. ബിക്കോസ് അത് നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് ആ സീബ്രീം ഫിഷ്. അപ്പോൾ അവരത് ഒത്തിരി ഫിഷ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ തിരുത പോലത്തെ വലിയൊരു ഫിഷ് വാങ്ങിയിരുന്നു, ഗ്രേ മുള്ളറ്റ്. അതായത് എനിക്ക് തോന്നുന്നു കണമ്പ് എന്ന് പറയും തോന്നുന്നു. കണമ്പാണോ തിരുതയാണോ എനിക്ക് ഷുവറില്ല, ഞാൻ പറയാം. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ മാത്രം ഒന്ന് ചെതമ്പലൊന്ന് ക്ലീൻ ചെയ്താൽ വളരെ ഉപകാരമായി എന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ വലിയ സ്കെയിൽസാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ ഇത്തിരി പാടാണ്, വീട്ടിനകത്ത് ചെയ്യുമ്പോൾ. നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ പുറത്തിരുന്ന് ചെയ്യാം. അപ്പോൾ ഇത് അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തെറിക്കും.
അപ്പോൾ അത് മാത്രം അവർ ക്ലീൻ ചെയ്ത് തന്നു. പിന്നെ 2 സീ ബ്രീമും ക്ലീൻ ചെയ്ത് തന്നു. ബാക്കി ക്ലീൻ ചെയ്ത് തരാൻ സമയമില്ല, ഇനി അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് ഇപ്രാവശ്യം 2 പുതിയ മീനും കൂടി വാങ്ങിയിട്ടുണ്ട്. ഷീലാവിൻ്റെ ചെറുതെന്നാണ് പറഞ്ഞത്, നമുക്ക് നോക്കാം. പിന്നെ കിളിമീനും വാങ്ങിയിട്ട്, കിളിമീൻ സാധാരണ വാങ്ങാറുണ്ട്, പക്ഷേ ഈ സൈസിലുള്ള കിളിമീൻ ഞാൻ വാങ്ങിയിട്ടില്ല, അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട്. ഞാൻ ശരിക്കും എന്തൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത് എന്നുള്ളത് വീട്ടിൽ ചെന്നിട്ട് നന്നായി കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം എൻ്റെ സ്റ്റോപ്പ് വന്നു, എനിക്ക് ഇറങ്ങണം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ മീൻ. 5 ടൈപ്പ് മീനാണ് ഞാൻ ഇന്ന് ഇപ്രാവശ്യം വാങ്ങിയത്. ഞാൻ സാധാരണ ഞങ്ങൾ ഗസ്റ്റൊക്കെ ഉള്ളപ്പോഴാണ് ഇത്രയും മീനൊക്കെ വാങ്ങാറ്. പക്ഷെ ഇതെന്തോ ഫ്രഷ് കണ്ടപ്പോൾ അങ്ങനെ ഞങ്ങൾ വാങ്ങി സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്രഷ് കണ്ടപ്പോൾ ഭയങ്കര ആക്രാന്തം കൂടിപ്പോയി. ഇതാണ് സീബാസ് നമ്മൾ വാങ്ങിയത്. സീബാസും സീബ്രീമും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ സീബ്രീം ഒരു ഇച്ചിരി പരന്ന രൂപത്തിലായിരിക്കും. സീബ്രീം കുറച്ചിങ്ങനെ നീളനെ ഇച്ചിരി ഒന്ന് ഉരുണ്ടിട്ടുണ്ടാവും സീബാസ്. ഇത് സീബ്രീം അല്ല, സീബാസ് കറി വെക്കാൻ അടിപൊളിയാണ്, സീബ്രീം വറക്കാനും സൂപ്പറാണ്. നമുക്ക് പൊള്ളിക്കുകയും ചെയ്യാം. ഇവിടെ കരിമീൻ കിട്ടാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പൊള്ളിക്കുകയും ചെയ്യാം. ഇത് നമ്മുടെ കിളിമീൻ. ഇത് ഷീലാവ് അവർ എടുക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് എടുക്കാനേ പറഞ്ഞത്. വലിയ ഷീലാവ് നമ്മൾ അവിടെ കടയിൽ കണ്ടല്ലോ, അപ്പോൾ അതവർ ഫുള്ളായിട്ട് എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു, പകുതിക്കായിട്ട് തരില്ല എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് അതിൻ്റെ ചെറുത് വാങ്ങി. ഇത് ചെറുതാണ്. ഇതിൻ്റെ പല്ല് കണ്ടോ, ഭയങ്കര ഷാർപ്പാണ്. ഞാനിത് എടുത്ത് പുറത്ത് വെച്ചപ്പോൾ എനിക്കൊരു ചെറിയ കടി കിട്ടി. അപ്പം അത് ഷീലാവിൻ്റെ ചെറുതാണ്. ഇംഗ്ലീഷിൽ ബറക്കുട എന്ന് പറയും. ഇതാണ് നമ്മുടെ ഹീറോ തിരിത, ഗ്രേ മുള്ളറ്റ്. ഇത് ബ്ലാക്ക് ഗ്രേ മുള്ളറ്റ് ഉണ്ട്, ഇത്രയും സിൽവർ കളർ ഗ്രേ മുള്ളറ്റും ഉണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബ്ലാക്കാണ് വാങ്ങിയത്, നാട്ടിലെ പോലത്തെ. അപ്പോൾ ഇനി ഇത് അത്യാവശ്യം നേരാക്കിയിട്ടുണ്ട്, ഇതും നേരാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം ഒന്ന് ഒത്തുപിടിച്ച് നേരാക്കണം. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ആയുധങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ. ഇതാ കത്തി, ബോർഡ്, എല്ലാം എൻ്റെ ആയുധങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ നേരാക്കാൻ പോട്ടെ. ഫിഷൊക്കെ ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ മസാല തേച്ച് ഇതുപോലെ സിപ്പ് ലോക്കിലിട്ടിട്ട് ഫ്രീസർ കയറ്റി വെക്കുക. ഇത് കണ്ടോ, നല്ലോണം ബ്ലഡ് ഉണ്ട്, ഫ്രഷാണിത് അതിൻ്റെ അർത്ഥം. ഫിഷ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഈ സാധനം ലെമൺ ഗ്രാസ് അഥവാ ഇഞ്ചിപ്പുൽ തൈലം ഇട്ട് ക്ലീൻ ചെയ്താൽ സ്മെല്ലൊക്കെ മാറിക്കിട്ടും. മീൻകറിയുടെ കാര്യം പറയാം. മീൻകറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എൻ്റെ സ്റ്റൈല് മീൻകറിയാണ്. ഇഞ്ചി ചതച്ചത്, തേങ്ങ അരച്ചത്, പിന്നെ കറിവേപ്പില, ഉള്ളി. ഞാൻ ചെറിയ ഉള്ളിയാണ് സാധാരണ നാട്ടിലെടുക്കാറ്, പക്ഷെങ്കിൽ ഇപ്പോൾ ഇവിടെ ആദ്യം വലിയ ഉള്ളിയും കൊണ്ട് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ചെറിയ ഉള്ളിയും കൊണ്ട് താളിച്ചൊഴിക്കുകയാണ്. ഉലുവ, പച്ചമുളക്, പിന്നെ കുടംപുളി. നാട്ടിൽ പാലക്കാട് സൈഡൊക്കെ ശരിക്കും ഞങ്ങൾ വാളംപുളിയാണ് യൂസ് ചെയ്യാറ്. കുടംപുളിയാണ് കുറച്ചും കൂടി വയറിന് നല്ലതായതുകൊണ്ട് ഞാൻ കുടംപുളി എടുക്കുന്നു. ഇത് നമ്മൾ മേടിച്ച മീൻ സീബാസ്. കുറച്ച് വെള്ളവും അതായത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ ചൂടായി, അപ്പോൾ നമുക്ക് ഉലുവ ഇടാം. കുറച്ച് ഇഞ്ചി ചതച്ചത്, ഞാൻ 2 കീറിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. സവാള, ഏകദേശം വഴന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പിലയും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയുമാണ് ഇടുന്നത്. ഇവകളൊക്കെ പച്ച സ്മെല്ല് മാറിക്കഴിയുമ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കല്ലുപ്പാണ് ഞാൻ ഇടുന്നത്. കല്ലുപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ മീൻ കഷ്ണം ഇടുക. മൂടി വെച്ചിട്ടുണ്ട്. ഒന്ന് പകുതി വേവാകുമ്പോൾ തേങ്ങ അരപ്പ് ഒഴിച്ചിട്ട് പിന്നെ ചെറിയ ഉള്ളി ഇട്ടി താളിച്ച് ഇറക്കാൻ വെച്ചിട്ടാണ്. ഇവിടെ ചെറിയ ഉള്ളിയായിട്ട് നമുക്കിവിടെ കിട്ടാറില്ല സാധാരണ കടകളിൽ. ഇതാണ് ഞങ്ങൾ ചെറിയ ഉള്ളിക്ക് പകരം ഉപയോഗിക്കുന്നത്. ഇതിനെ
ബനാൻ ഷാലറ്റ് എന്നാണ് ഇവിടെ വിളിക്കുന്ന പേര്. ഇങ്ങനെ ബനാൻ സൈസിലിങ്ങനെ, സൈസല്ല ബനാൻ ഷേപ്പിലിങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഇതാണ് ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. ഏകദേശം ചെറിയ ഉള്ളിയുടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് തന്നെ പറയാം. പക്ഷെ വലിയ കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ ഇത് പറഞ്ഞത് എനിക്ക് ഇവിടെ ഒരു ഉള്ള ചേച്ചിയാണ്, ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരി ഫാഗഷ്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ മീൻ കഷ്ണം പകുതി വേവാകുമ്പോൾ തേങ്ങാരപ്പ് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കുറച്ച് ചുടുവെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ചെറുതീയിൽ വേവിക്കണം. പിന്നെ നമുക്ക് ഉള്ളി താളിക്കണം. അവസാനം ഉള്ളി താളിച്ചിട്ട് കറിയിലോട്ട് ഒഴിച്ച് കറി മൂടി വയ്ക്കുക. അത്ര തന്നെ, കറി റെഡി. കുഴപ്പമൊന്നുമില്ല, നല്ല ഉപ്പും പുളിയും എരിവും എല്ലാം പാകത്തിനാണ്. നമുക്ക് എരിവ് അധികം വേണ്ട. നേരത്തേക്ക് നല്ലോണം എരിവ് കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നേ പിന്നെ എരിവൊക്കെ ഇത്തിരി കുറഞ്ഞു, തന്നെ കുറഞ്ഞു പോയതാണ്. അപ്പോൾ ഇപ്പം ഇത് ഞങ്ങൾക്ക് പാകമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ.